വിശുദ്ധരിലൂടെ വിശുദ്ധിയിലേക്ക് എന്ന ഈ വിശുദ്ധരെക്കുറിച്ചുള്ള വചന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും വിശുദ്ധരെ ഇഷ്ടമാണ്. ആ വിശുദ്ധരുടെ ജീവിത മാതൃകകൾ കേട്ടുകൊണ്ടും അവയെ സ്നേഹിച്ചുകൊണ്ടും അവയെ അനുകരിച്ചുകൊണ്ടും നമുക്ക് ഓരോരുത്തർക്കും വിശുദ്ധി വളരാൻ പരിശ്രമിക്കാം. ഇതാ തെസ്സലോനിക്കക്കാർക്ക് എഴുതപ്പെട്ട 1-ാം ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഈശോ ഇപ്രകാരം വചനത്തിലൂടെ അരുളി ചെയ്യുകയാണ്. അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാണ്, പല പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താ ദൈവത്തിൻ്റെ വചനം പറയുക? വചനം കൃത്യമായിട്ട് പറയുവാണ്, നമ്മളെ ഓരോരുത്തരെയും, എന്നെയും നിന്നെയും ദൈവം വിളിച്ചിരിക്കുക അശുദ്ധിയിലേക്കല്ല മറിച്ച് വിശുദ്ധിയിലേക്കാണ്. എന്ന് പറഞ്ഞാൽ ഞാനും നീയും വിശുദ്ധയാകണം, വിശുദ്ധനാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ ചെറുപ്പം മുതലേ പള്ളി പ്രസംഗങ്ങളിലും മറ്റു വചന ശുശ്രൂഷകളിലും നമ്മുടെ മാതാപിതാക്കന്മാരിൽ നിന്നും ഒക്കെ വിശുദ്ധരാകണം, വിശുദ്ധിയിലേക്ക് ദൈവം വിളിച്ചിരിക്കുന്നത് എന്ന കാര്യം കേട്ടിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്ക് ഈ ഒരു വിശുദ്ധിയിലേക്കുള്ള വിളി വചനത്തിലൂടെ ദൈവം നൽകുമ്പോൾ എന്താ നമ്മുടെ മനസ്സിൽ നിന്ന് വരിക? നമ്മൾ മനസ്സിൽ നിന്ന് തിരിച്ച് പറയുന്ന ഇപ്രകാരമാണ്, എനിക്കൊക്കെ ഇത് പറ്റണ കാര്യമാണോ? കാര്യം ദൈവം വിശുദ്ധിയിലേക്ക് വിളിക്കുന്നതൊക്കെ അറിയാം, പക്ഷെ എന്നാലും ഇതൊന്നും എന്നെക്കൊണ്ട് പറ്റണ കാര്യമല്ല എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരാറുണ്ട്. എന്താ ചിന്തയുടെ അടിസ്ഥാനം എന്ന് ചിന്തിച്ചു നോക്കുകയെ? എന്താ നമുക്ക് വിശുദ്ധരാകാൻ പറ്റാത്തതിന് കാരണം? നമ്മളിങ്ങനെ ചിലപ്പോൾ വിചാരിക്കും, ഞാനൊക്കെ ഒരു സാധാരണക്കാരിയല്ലേ, അപ്പോൾ ഒരു സാധാരണ മനുഷ്യന് ഒരു വിശുദ്ധിയാകാൻ പറ്റുമോ? അതൊക്കെ വലിയ പ്രത്യേകതയുള്ള ആളുകൾക്കുള്ള കാര്യമല്ലേ എന്നൊക്കെയാണ് നമ്മുടെ മനസ്സ് നമ്മോട് സംസാരിക്കുക. ഇനി ചിലപ്പോൾ വീണ്ടും മനസ്സ് പറയും, എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ കുടുംബമൊക്കെ സാധാരണക്കാരാണ്, അവരിൽ പാപവും അശുദ്ധിയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ പാപത്തിൻ്റെയും അശുദ്ധിയുടെയും ചില കള്ളത്തരങ്ങളുടെയും ചില കൊള്ളരുതായ്മകളുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ടും സാമീപ്യമൊക്കെ ഉള്ള എൻ്റെ കുടുംബത്തിൽ നിന്ന്, എൻ്റെ സാഹചര്യത്തിൽ നിന്ന് ഞാനൊരു വിശുദ്ധനായിട്ട് മാറാൻ പോസിബിളാണോ? ഞാൻ വലിയ മെത്രാൻ്റെയോ വലിയ വിശുദ്ധൻ്റെയോ അല്ലെങ്കിൽ വലിയ വിശുദ്ധിയുള്ള വലിയൊരു കുടുംബത്തിൽ നിന്നൊന്നും എന്ന് പറഞ്ഞാൽ ആത്മീയതയിലെ വിശുദ്ധിയിലൊക്കെ വലിയ കുടുംബത്തിൽ നിന്നൊന്നും വരുന്ന ഒരു വ്യക്തിയല്ല, മറിച്ച് സാധാരണ കുടുംബത്തിൽപ്പെട്ട കുറവുകളുള്ള, പാപമുള്ള, വീഴ്ചകളൊക്കെ ഉള്ള ഒരു കുടുംബത്തിൽപ്പെട്ട അങ്ങനെയുള്ള മാതാപിതാക്കന്മാരിൽ നിന്ന് ജനിച്ച ഒരു വ്യക്തി പിന്നെ ഞാൻ എങ്ങനെ ഒരു വിശുദ്ധിയായിട്ട് മാറുക? ഇങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുക. പ്രിയപ്പെട്ടവർ, അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ചിന്തയും ധാരണയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഇതാ ഒരു വിശുദ്ധ നമ്മുടെ മുമ്പിൽ നിൽക്കുവാണ്. ആ വിശുദ്ധയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ആ വിശുദ്ധയുടെ പ്രത്യേകത, വിശുദ്ധി വരുമെന്ന് ഒരാളും പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ നിന്നാണ് ആ വിശുദ്ധ ഉയർന്നു വന്നത്. സാഹചര്യം എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടാൽ ചിലപ്പോൾ നമുക്ക് അയ്യേ എന്ന് നമുക്ക് തോന്നും. ഒരു അവിഹിത ബന്ധത്തിൽ നിന്ന് ഉണ്ടായ ഒരു മകൾ, യഥാർത്ഥ ഭാര്യയല്ല, അല്ലെങ്കിൽ തെറ്റായ കാമാസക്തിയുടെ ഭാഗമായിട്ട് പണ്ടൊക്കെ അടിമ കച്ചവടവും അടിമകളെ ശാരീരികവും മാനസികവും ലൈംഗികവും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന, ഒരു വേണി കൊല്ലാൻ പോലും അധികാരം ഉണ്ടായിരുന്ന ആ രീതിയിലുള്ളൊരു സാഹചര്യത്തിൽ ഒരു അടിമയെ ഒരു മുതലാളി ഗർഭിണിയാക്കി അങ്ങനെ ഉണ്ടായ ഒരു മോള്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഇതാ പാപമില്ലാത്ത വിശുദ്ധയായ ഒരു സ്ത്രീ ഉണ്ടാവുക. അപ്പം അങ്ങനെയെങ്കിൽ അങ്ങനൊരു സാഹചര്യത്തിൽ നിന്ന് ഒരു വിശുദ്ധയ്ക്ക് ഉയർന്നു വരാൻ പറ്റുമെങ്കിൽ നമ്മുടെയൊക്കെ സാഹചര്യവും നമ്മുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ടും എത്രയോ കൂടുതൽ നല്ലതാണ്, കൂടുതൽ അനുകൂലമാണ് വിശുദ്ധയിലേക്ക് വളരാൻ. എന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധ നമ്മയൊക്കെ വെല്ലുവിളിക്കുക, നിനക്കൊരു വിശുദ്ധനാകാൻ പറ്റുമോ? നിനക്കൊരു വിശുദ്ധയാകാൻ പറ്റുമോ? ഇന്ന ദിവസം നാം കാണുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന വിശുദ്ധ ബ്രിജിത്ത് എന്ന വലിയ ലോക പ്രശസ്തിയായ ഒരു വിശുദ്ധയാണ്. അഞ്ചാം നൂറ്റാണ്ടിൽ ജനിച്ച് 6-ാം നൂറ്റാണ്ടിൽ മരിച്ച ഒരു വിശുദ്ധിയാണ്. കൃത്യമായിട്ട് പറയുവാണെങ്കിൽ AD 451 ജനിച്ചു, 525 മരിച്ചു. 74 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചു. ഇനി ഈ വിശുദ്ധയെക്കുറിച്ച്, വിശുദ്ധയുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ അറിയുമ്പോൾ നമുക്കറിയാം, 5-ാം നൂറ്റാണ്ടെന്നൊക്കെ പറയുമ്പോൾ സഭയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. മാത്രമല്ല ഇത്രയും നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്തുള്ള സംഭവങ്ങൾ വളരെ കൃത്യതയോടെയും വ്യക്തമൊന്നും എഴുതപ്പെട്ടിട്ടില്ല. എഴുതപ്പെടാൻ പാകത്തിന് പുസ്തകങ്ങളൊന്നും രചിക്കപ്പെടുന്ന ഒരു കാലഘട്ടമല്ലല്ലോ. ഇന്നത്തെ പോലെ ചരിത്രം സൂക്ഷിക്കാൻ അത്ര എളുപ്പമല്ല.
അപ്പം അതുകൊണ്ട് ഈ വിശുദ്ധിയെക്കുറിച്ച്, പക്ഷേ ഈ വിശുദ്ധ വലിയൊരു സംഭവമായിരുന്നു ആ കാലഘട്ടത്തിൽ എന്നുള്ളതുകൊണ്ട് വിശുദ്ധിയെക്കുറിച്ചുള്ള ഒത്തിരി കഥകളുണ്ട്. വിശുദ്ധിയെക്കുറിച്ച് പിന്നീട് എഴുതപ്പെട്ട ഒത്തിരി പുസ്തകങ്ങളുണ്ട്. അപ്പോൾ അതിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും വിശുദ്ധയുടെ ഏകദേശം ജീവിതവും വിശുദ്ധിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ പല പുസ്തകങ്ങളിൽ നിന്ന്, പല പറഞ്ഞു കേൾവിയിൽ നിന്ന്, കേട്ടു കേൾവിയിൽ നിന്നൊക്കെയാണ് ഈ വിശുദ്ധയുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഈ വിശുദ്ധയുടെ വിശുദ്ധിയെ ദ്യോതിപ്പിക്കുന്ന ഒരു സംഭവം വിവരിക്കാം. ഈ വിശുദ്ധ കാര്യം അടിമ പെൺകുട്ടിയാണ് എങ്കിലും പിന്നീട് സ്വതന്ത്രമാക്കപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ സാഹചര്യം പറയാം. അപ്പോൾ അങ്ങനെ ഇവളൊരു അടിമ പെൺകുട്ടിയാണെങ്കിലും ഇവൾ സുന്ദരിയായിരുന്നു. സുന്ദരിയാകാനൊരു കാരണമുണ്ട്. കാരണം അപ്പൻ ഒരു വെള്ളക്കാരനാണ്, അപ്പനൊരു പ്രഭു ആണ്. അപ്പോൾ അങ്ങനെ സുന്ദരിയായ പെൺകുട്ടിയെ ചില കാമുകന്മാർ പ്രേമിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രേമിച്ച് ഇവളെ സ്വീകരിക്കണം, ഇവളെ ലഭിക്കണം എന്നാഗ്രഹിക്കുമ്പോൾ ഈ വിശുദ്ധ ബ്രിജിത്ത ചെറുപ്പത്തിൽ തന്നെ അവൾ ഈശോയ്ക്ക് തന്നെ നേർന്നിരുന്നു. തൻ്റെ ശരീരവും മനസ്സും തനിക്കുള്ളതെല്ലാം, തൻ്റെ കന്യാത്വം എല്ലാം ഈശോയ്ക്ക് നേർന്ന ഈ ബ്രിജിത്ത ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ്: എൻ്റെ സൗന്ദര്യം കണ്ടിട്ടാണല്ലോ എൻ്റെ പുറകെ ഈ പറഞ്ഞ ചെറുപ്പക്കാർ വരാൻ കാരണം. അങ്ങനെ എനിക്ക് എൻ്റെ സൗന്ദര്യത്തെ കർത്താവ് നീ എടുക്കണേ, എൻ്റെ സൗന്ദര്യത്തെ നശിപ്പിക്കണേ എന്ന് ഒരു പെൺകുട്ടി പ്രാർത്ഥിക്കുവാണ്. അവളുടെ പ്രാർത്ഥന കേട്ടിട്ട് കർത്താവ് അവളുടെ സൗന്ദര്യത്തെ നശിപ്പിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അവളുടെ ഒരു കണ്ണ് വീർത്തു വരാനും പഴുക്കാനും തുടങ്ങി. അങ്ങനെ അവളുടെ മുഖം തന്നെ വിരൂപമായിട്ട് മാറി. ആദ്യം ഇവളുടെ മുഖത്ത് നോക്കിയിട്ട് ചെറുപ്പക്കാർ പുറകെ കൂടുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇവളുടെ മുഖത്ത് ഒരാൾ നോക്കാൻ താല്പര്യപ്പെടാത്തൊരവസ്ഥയായി, വികൃതമായിട്ട് മാറി. പിന്നീട് ഇവളുടെ ആഗ്രഹ പൂർത്തീകരണമായിട്ട് തൻ്റെ കന്യാത്വം ഈശോയ്ക്ക് സമർപ്പിക്കുന്ന സന്യാസ സമർപ്പണത്തിൻ്റെ വേളയിൽ ഇവൾക്ക് ശിരോവസ്ത്രം നൽകി സന്യാസത്തിലേക്ക് ഇവളെ പ്രവേശിപ്പിക്കുക വിശുദ്ധ പാട്രിക് ആണ് എന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുക. അപ്പോൾ ആ ഒരു വേളയിൽ ഈശോ അത്ഭുതകരമായിട്ട് അവളുടെ ഈ വൈരൂപ്യം എടുത്തു മാറ്റി വീണ്ടും പഴയ സൗന്ദര്യം നൽകി എന്നും കൂടെ ഈ വിശുദ്ധയുടെ ചരിത്രത്തിൽ നാം കാണുന്നു. എന്ന് പറഞ്ഞാൽ അത്രത്തോളം തൻ്റെ സൗന്ദര്യത്തെക്കാൾ ഉപരിയായിട്ട്, തൻ്റെ ആരോഗ്യത്തെക്കാൾ ഉപരിയായിട്ട്, തൻ്റെ സാധ്യതകളേക്കാൾ ഉപരിയായിട്ട് ഈശോയെ സ്നേഹിച്ചവളായിരുന്നു ഈ വിശുദ്ധ. ഈ വിശുദ്ധയെ അനുകരിച്ചുകൊണ്ട്, ഈശോയെ സ്നേഹിച്ചുകൊണ്ട് നമുക്കും വിശുദ്ധി വളരാൻ പരിശ്രമിക്കാം. വിശുദ്ധ ബ്രിജിത്തിൻ്റെ ജന്മത്തെക്കുറിച്ചുള്ള ഒരു ഐതിഹ്യം അതിപ്രകാരമാണ്. വിശുദ്ധ ബ്രിജിത്ത് ഒരു പ്രഭു കുടുംബത്തിലെ അടിമയായ ഒരു സ്ത്രീ. ആ സ്ത്രീയുടെ പേര് ബ്രോയിഷെക് എന്നാണ്. ആ സ്ത്രീയിൽ പ്രഭുവിന് ഒരു അഭിലാഷം ഉണ്ടാവുകയും അങ്ങനെ അതിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഫലമായിട്ട് അവൾ ഗർഭിണിയാവുകയും ചെയ്യാണ്. അവൾ ഗർഭിണിയായി എന്നറിയുമ്പോൾ തൻ്റെ ഭർത്താവിനാൽ ഒരു അടിമ സ്ത്രീക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്നറിയുന്ന ആ പ്രഭുവിൻ്റെ ഭാര്യ പ്രഭുവിനെ നിർബന്ധിക്കുവാണ് ഇവളെ ഇവിടെ നിന്ന് ഒഴിവാക്കണം. അങ്ങനെ ഭാര്യയുടെ നിർബന്ധത്താൽ ഈ പ്രഭു മറ്റൊരാൾക്ക് ഈ അടിമ സ്ത്രീയെ, ഗർഭിണിയായിരിക്കുന്ന അടിമ സ്ത്രീയെ വിറ്റു എന്നാണ് ഒരു ചരിത്ര ഐതിഹ്യം പറയുക. അപ്രകാരം ഒരു അടിമയായിട്ട് തന്നെയാണ് മറ്റൊരു വ്യക്തിയുടെ ഭവനത്തിൽ ഈ ബ്രിജിത്ത ജനിക്കുക. എന്നാൽ ബ്രിജിത്ത ജനിച്ചു ഒരടിമ സ്ത്രീയുടെ മകളാണ് എന്ന് പറഞ്ഞാൽ അടിമയാണ്. ഈ അടിമ പെൺകുട്ടി വളർന്നു വരുവാണ്. ഈ അടിമ പെൺകുട്ടി വളർന്നു വന്ന് ചെറിയ കാലഘട്ടം മുതൽ തന്നെ ഒരു പ്രത്യേകത ഈ പുതിയ യജമാനന് ഈ അടിമ പെൺകുട്ടി കാണുവാണ്. അങ്ങനെ മനസ്സിലാകുന്ന പല സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന്, അദ്ദേഹം ഇവളെ ഫീഡ് ചെയ്യാനായിട്ട് പരിശ്രമിക്കുമ്പോൾ പാപത്തിൽ ജീവിക്കുന്നൊരു വ്യക്തി ആയതുകൊണ്ട് കൂടിയാണ് എന്ന് ചരിത്രത്തിലെ ചില കഥകൾ പറയുന്നു. ഈ പെൺകുട്ടി വൊമിറ്റ് ചെയ്യുവാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അശുദ്ധി ഏശാത്ത വണ്ണം ഇവൾ വളർന്നു വരുന്നു എന്ന ചില അത്ഭുത കഥകൾ ഇവളുടെ ബാല്യകാലത്തെക്കുറിച്ച് പറയപ്പെടുന്നുണ്ട്. അത് 100% സത്യമാവണമെന്നില്ല. കാരണം ഒരാളൊരു വലിയ വ്യക്തിയായി കഴിഞ്ഞു, വലിയ വിശുദ്ധിയായി കഴിഞ്ഞു. അങ്ങനെ വലിയ വിശുദ്ധിയായി കഴിഞ്ഞതിന് ശേഷം ആ വ്യക്തിയുടെ ബാല്യത്തെക്കുറിച്ച് ചില അസ്വാഭാവികമായിട്ടുള്ള അത്ഭുത കഥകൾ പ്രചരിക്കുക ഒരു രീതിയാണല്ലോ. ഒരു പക്ഷേ അങ്ങനെ ഉണ്ടായതുമാകാം. എന്തൊക്കെയായാലും ഇവൾ വളർന്നു വരുമ്പോൾ ഏതാണ്ട് ഒരു 10-13 വയസ്സ് പ്രായമൊക്കെ ആകുമ്പോൾ ഈ പെൺകുട്ടിയുടെ പ്രാർത്ഥനയും ഈ പെൺകുട്ടിയുടെ സ്വഭാവത്തിലെ അവളോട് നെഗറ്റീവായിട്ട് പെരുമാറിയാലും, ദേഷ്യപ്പെട്ടാലും, ശകാരിച്ചാലും, അടിച്ചാലും, അങ്ങനെയൊക്കെ അടിമകളോട് യജമാനന്മാർ ചെയ്യുക അന്ന് പതിവാണ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്താലും ഇവളുടെ തിരിച്ചുള്ള പെരുമാറ്റത്തിൽ ഒരു ദൈവികത, ഒരു സ്നേഹം, ഒരു കരുണ, ഒരു വിധേയത്വം, ഒരിക്കലും തിന്മ പറയാത്ത, ഒരിക്കലും പെറുപെറുക്കാത്ത, ഒരിക്കലും അസ്വസ്ഥപ്പെടാത്ത, ഒരിക്കലും വയലൻ്റ് ആകാത്ത,
ഈ സ്വഭാവമൊക്കെ കണ്ടിട്ട് ഈ പുതിയ യജമാന് എന്തോ ഒരു പ്രത്യേകത ഈ പെൺകുട്ടിയിൽ മനസ്സിലാക്കുവാണ്. അങ്ങനെ അയാൾ തീരുമാനിക്കുവാണ് ഈ പെൺകുട്ടിയെയും അവളുടെ അമ്മയെയും സ്വതന്ത്രയാക്കണം. അങ്ങനെ ഈ പുതിയ യജമാനൻ ഏതാണ്ട് ഇവൾക്ക് 10-13 വയസ്സ് പ്രായമൊക്കെ ഉള്ളപ്പോൾ ഈ ബ്രിജിത്തെയും അമ്മയെയും സ്വതന്ത്രമാക്കി എന്നാണ് ഒരു ചരിത്രം പറയുക. പിന്നീട് ഇവർ ആടുകളെ മേയിച്ചും കൃഷിപ്പണി ചെയ്തുമൊക്കെ ജീവിച്ചു. സ്വതന്ത്രമാക്കപ്പെട്ടതിന് ശേഷം അപ്രകാരം ജോലി ചെയ്ത് ജീവിച്ചു എന്നും ചില ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട്. പിന്നീട് വീണ്ടും പഴയ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തന്നെ ഈ ബ്രിജിത്ത ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ പഴയ പിതാവിൻ്റെ ഭവനത്തിലേക്ക് വരുമ്പോഴും ഇവളെ മകളായിട്ട് അംഗീകരിക്കാനൊന്നും പിതാവ് തയ്യാറാകുന്നൊന്നുമില്ല. എന്നാൽ ഇവളുടെ പ്രശസ്തി ക്രമേണ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇവൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾക്ക് സൗഖ്യം കിട്ടുന്നു. ഇവൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവൾ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൻ്റെ മേൽ ദൈവം ഇടപെടുന്നു. എന്ന് മാത്രമല്ല, ചില കാര്യങ്ങളെക്കുറിച്ച് ഇവൾക്ക് ദർശനങ്ങൾ ഉണ്ടാവുകയും പ്രവചനം നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഇവളുടെ പ്രശസ്തി ആ നാട്ടിൽ പതിയെ വ്യാപിക്കാൻ തുടങ്ങി. എന്ന് മാത്രമല്ല, ആ കാലഘട്ടത്തിൽ തന്നെ വിശുദ്ധി ജീവിച്ചിരുന്ന ചില വ്യക്തികളോട് ഇവൾ തൻ്റെ കന്യാത്വത്തെക്കുറിച്ച് പറയുകയും അങ്ങനെ ഇവൾക്ക് ഒരു മഠത്തിൽ ചേരണം എന്ന ആഗ്രഹം ഇവൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഇവളെ വിവാഹം കഴിക്കാനായിട്ട് പലരും കടന്നു വരികയും എന്നാൽ ദൈവികമായ ഇടപെടലിലൂടെ അതെല്ലാം മാറിപ്പോവുകയും ചെയ്ത സംഭവങ്ങൾ നമ്മൾ മുന്നു കണ്ടുവല്ലോ. അപ്പോൾ അങ്ങനെ ഇവള് കന്യാത്വം സ്വീകരിക്കാനായിട്ട്, ഒരു സന്യാസിനിയാകാനായിട്ട്, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനുള്ള തൻ്റെ ആഗ്രഹത്തെ വെളിപ്പെടുത്തുകയും വിശുദ്ധ പാട്രിക്കിൻ്റെ നേതൃത്വത്തിൽ അതിനുള്ള സാധ്യത ഉയരുകയും ചെയ്യുകയാണ്. അങ്ങനെ കൽദാരെ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഈ വിശുദ്ധ ബ്രിജിത്തയ്ക്ക് ഒരു മഠം സ്ഥാപിക്കാനുള്ള അനുവാദം ലഭിക്കുകയും ആ സ്ഥലത്ത് ഒരു ചെറിയ മഠം സ്ഥാപിച്ച് അവിടെ ഈ വിശുദ്ധ പാട്രിക്കിൻ്റെ കൂടെ ഉപദേശത്താലും നേതൃത്വത്താലും സഹകരണത്താലും അവർ മുന്നോട്ട് പോവുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ സന്യാസ വസ്ത്രം സ്വീകരിക്കുന്ന സമയത്ത് അത്ഭുതകരമായിട്ട് ഇവളുടെ സൗന്ദര്യം തിരിച്ചു കിട്ടിയ ആ ഒരു സംഭവത്തോടു കൂടെ ഇത് കർത്താവിൻ്റെ കൃപയുള്ള ഒരു സ്ത്രീയാണെന്നും മാത്രമല്ല കർത്താവ് ഇവളുടെ പ്രവൃത്തിയെ അനുഗ്രഹിക്കുന്നു എന്ന് സമൂഹത്തിന് വെളിപ്പെടുകയാലും ഇവളെ അനുകരിച്ചുകൊണ്ട് വിശുദ്ധി വളരാൻ വേണ്ടി ധാരാളം പെൺകുട്ടികൾ വന്നു ചേർന്നു എന്ന് പറയാം. കൽദാര എന്ന് പറയുന്ന ആ സ്ഥലം ഒരു വിജനപ്രദേശമായിരുന്നു, അല്ലെങ്കിൽ ആരും താമസിക്കാത്ത ഒരു ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം, ഒരു വിജനപ്രദേശമെന്നോ അല്ലെങ്കിൽ വനപ്രദേശം എന്നൊക്കെ പറയാം. അങ്ങനെയുള്ളൊരു സ്ഥലമായിരുന്നുവെങ്കിലും അവിടെ വിശുദ്ധ ബ്രിജിത്ത കടന്നു വന്ന് ഒരു മഠം സ്ഥാപിക്കുകയും അങ്ങനെ കർത്താവിൻ്റെ കൃപയാൽ അനേകർ അവളെ അനുകരിച്ചുകൊണ്ട് അനേകം പെൺകുട്ടികൾ അവിടെ വന്ന് ആ മഠത്തിൽ ചേരുകയും അവിടെ ഒരു വലിയ മഠം സ്ഥാപിതമാവുകയും ചെയ്തു. ആ മഠത്തിൻ്റെ പ്രഥമ ആബസ് ആയിട്ട് ഈ വിശുദ്ധ തന്നെ ആവുകയാണ് ചെയ്യുക. പിന്നീട് വീണ്ടും അവിടെ ആളുകൾ വരാനും പാർക്കാനും തുടങ്ങി. പിന്നെ അതൊരു രൂപതയായിട്ട് പോലും മാറുന്നുണ്ട് ചരിത്രത്തിൽ. ഈ വിശുദ്ധ ഒരു അടിമ പെൺകുട്ടിയായിരുന്നു എന്ന ചരിത്രം മുന്നിൽ വയ്ക്കുമ്പോൾ പിന്നീട് കർത്താവിൻ്റെ കൃപയിൽ അവൾ ഏറെ വളർന്ന് അനേകർക്ക് ആനന്ദമായിട്ടും അനുഗ്രഹമായിട്ടും മാറുമ്പോൾ നാം കാണുന്നുണ്ട് ആ രാജ്യത്തെ രാജാവ് പോലും ഇവളുടെ അടുത്ത് വരികയും ഇവളോട് ഉപദേശം ചോദിക്കുകയും ഇവളോട് പ്രാർത്ഥന സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അയർലൻഡിൻ്റെ മറ്റു പലയിടങ്ങളിലും മഠങ്ങൾ സ്ഥാപിക്കേണ്ട രാജാവ് തന്നെ ഇവളെ പ്രോത്സാഹിപ്പിക്കുകയും രാജാവിൻ്റെ കൂടെ നിർദ്ദേശപ്രകാരവും ആശിസോടുകൂടെ ഏറെ മഠങ്ങൾ അയർലൻഡിൽ സ്ഥാപിക്കുകയുണ്ടായി. അങ്ങനെ അയർലൻഡ് മുഴുവൻ ഈ വിശുദ്ധ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധയുടെ വിശുദ്ധി എത്തപ്പെടാനും ഒപ്പം വിശുദ്ധയിൽ നിന്ന് അവളുടെ സാമീപ്യവും അവളുടെ പ്രാർത്ഥനയും അവളുടെ കൂടെയുള്ള മറ്റു സന്യാസികളുടെ പ്രവർത്തനങ്ങൾ വഴിയായിട്ടുള്ള അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനും അയർലൻഡിന് മുഴുവൻ സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധയെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ ഒന്നാമത് നാം മനസ്സിലാക്കുന്ന കാര്യം ഇതാണ്: എങ്ങനെ ഈ വിശുദ്ധിയായിട്ട് മാറി? അവളുടെ സാഹചര്യം, അവളുടെ ബാക്ക്ഗ്രൗണ്ട് വളരെ മോശമായിരുന്നു. വളരെ മോശമായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരു അപ്പനെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ പോലും ഒരാളില്ലാത്ത അവസ്ഥ. അപ്പൻ ആരാന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ അപ്പൻ സമ്മതിക്കില്ല ഞാനാ നിൻ്റെ അപ്പൻ എന്നുള്ള കാര്യം. അങ്ങനെ അപ്പൻ ആരെന്ന് പോലും ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്തൊരു നാണക്കേടിൽ നിന്ന്, മാനക്കേടിൽ നിന്ന്, ഇനി വേണമെങ്കിൽ തികഞ്ഞെടുത്ത് പറയുവാണെങ്കിൽ അശുദ്ധിയാണ് അവളുടെ ഉരുവാക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രോസസ്സ് തന്നെ. ഒരു വിശുദ്ധമായ ദാമ്പത്യ ബന്ധമല്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്നുകൂടെ ഉരുവായ ഒരു പെൺകുട്ടി, പക്ഷെ അവൾ ഈശോയെ സ്നേഹിച്ചു. അവൾ ഈശോയെ സ്നേഹിക്കുകയും ഈശോയോട് ചേർന്ന് നിൽക്കുകയും ഈശോയ്ക്ക് വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തു. അവളുടെ ശരീരവും അവളുടെ മനസ്സും
അവളുടെ ജീവിതവും അവളുടെ കന്യാത്വവും അവളുടെ സർവസ്വവും അവൾ ഈശോയ്ക്ക് സമർപ്പിച്ചു. അങ്ങനെ ഈശോയ്ക്ക് അവൾ തന്നെ സമർപ്പിച്ച് ഈശോയ്ക്ക് വേണ്ടി അവൾ ജീവിച്ചപ്പോൾ നോക്കിക്കേ, രാജാവ് പോലും ബഹുമാനിക്കുന്ന, രാജാവ് പോലും പ്രാർത്ഥനയായിട്ട് പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞ്, മധ്യസ്ഥം വഹിക്കണേന്ന് പറഞ്ഞ് തൻ്റെ മുമ്പിൽ വരുന്ന രീതിയിൽ ദൈവം അവളെ ഉയർത്തി. ആ ഒരു രാജ്യത്തിന് മുഴുവൻ ദീപമായിട്ട് അവൾ മാറി. സർവ്വ മനുഷ്യരും അവളെ ബഹുമാനിക്കാൻ ദൈവം ഇടയാക്കി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തോട് പറയുന്ന കാര്യം ഇതാ: നമ്മൾ നമ്മെ തന്നെ ഈശോയ്ക്ക് സമർപ്പിക്കുകയാണെങ്കിൽ നമുക്കുള്ളതെല്ലാം, നമ്മുടെ ശരീരവും നമ്മുടെ സമയവും നമ്മുടെ കഴിവുകളും ഒക്കെ ഈശോയ്ക്ക് സമർപ്പിക്കാനും ഈശോ നമ്മിൽ മഹത്വപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുവാണെങ്കിൽ, എങ്ങനെ ഈശോ നമ്മിൽ മഹത്വപ്പെടും? നാം ഈശോയ്ക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ട്, ഈശോയ്ക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, ഈശോ എന്നിൽ നിന്ന് എന്താ ആഗ്രഹിക്കുന്നോ അത് ഞാൻ പൂർത്തിയാക്കും, അതിനുവേണ്ടി ഞാൻ എൻ്റെ സർവസ്വവും ഈശോയ്ക്ക് സമർപ്പിക്കും, അതിനുവേണ്ടി ഏത് ത്യാഗവും ഏറ്റെടുക്കാൻ തയ്യാറാണ്, അതിനുവേണ്ടി ഏത് സന്തോഷവും ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്ന രീതിയിൽ ഈശോയുടെ മഹത്വം അന്വേഷിക്കുന്നവർ നാം മാറുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മെ ഓരോരുത്തരെയും ഉയർത്താനും മഹത്വപ്പെടുത്താനും ഈശോയ്ക്കറിയാം. ഈശോ ഒരു വ്യക്തിയെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് യാതൊന്നും പ്രതിബന്ധമല്ല. അടിമയാണെന്നുള്ള സാഹചര്യം പ്രതിബന്ധമല്ല. പൂർവ്വകാലഘട്ടം അതെങ്ങനെയായിരുന്നു, നന്മയോ തിന്മയോ എന്നുള്ളത് അത് പ്രതിബന്ധമല്ല. അപ്പനും അമ്മയും ആരായിരുന്നു? അവർക്ക് വിശുദ്ധി ഉണ്ടായിരുന്നോ? അവരിൽ നിന്ന് വല്ല പൂർവ്വ ശാപങ്ങളോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടോ? ചിലരൊക്കെ അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഞാൻ നന്നാവാത്തതിന് കാരണം എൻ്റെ അപ്പൻ്റെ ജീവിതം കാരണമാണ്, എൻ്റെ പൂർവികരുടെ ശാപം കാരണമാണ്, അവരുടെ പാപം കാരണമാണ് എന്നൊക്കെ പറയുന്നവരുടെ മുന്നിൽ ഈ വിശുദ്ധ തിളങ്ങി നിൽക്കുക. അപ്പോൾ ഇതൊന്നും കർത്താവിന് ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തടസ്സമല്ല. മറിച്ച് ഒരൊറ്റ കാര്യം മാത്രമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹം വരുന്നോ ഇല്ലയോ എന്നതിന് അടിസ്ഥാനമായിട്ടുള്ളത്: ഞാൻ എൻ്റെ ദൈവത്തെ എപ്രകാരം സ്വീകരിക്കുന്നു, ഞാൻ എൻ്റെ ദൈവത്തിന് എന്നെ എപ്രകാരം സമർപ്പിക്കുന്നു, എൻ്റെ ദൈവത്തോട് ഞാൻ എപ്രകാരം ചേർന്ന് നിൽക്കുന്നു. ഈ വിശുദ്ധ ഈശോയോട് ചേർന്ന് നിൽക്കാനും അങ്ങനെ ഈശോയെ മഹത്വപ്പെടുത്താനും ഈശോയെ മറ്റുള്ളവർ കൊടുക്കാണ്ട് പരിശ്രമിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ പറയുമ്പോൾ ആ വിശുദ്ധയുടെ ജീവിതത്തിൽ യാതൊരു പ്രതിസന്ധിയില്ലായിരുന്നു, ഒരു അത്ഭുത ജീവിയായിരുന്നു എന്ന് വിചാരിക്കരുത് കേട്ടോ. കാരണം അടിമ പെൺകുട്ടിയാണ്. ഒരു അടിമ പെൺകുട്ടിയോട് പെരുമാറുന്ന രീതിയിൽ അവളുടെ ചെറുപ്പകാലത്തിൽ അവരുടെ യജമാനന്മാർ അവളോട് പെരുമാറിയിട്ടുണ്ട്. ഇനി ഈ പെൺകുട്ടിയിൽ എന്തോ ഒരു ദൈവികത ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ ആ ഒരു മുതലാളി ഈ പെൺകുട്ടിയെ സ്വതന്ത്രയാക്കുമ്പോഴും അവൾക്കൊരു വീടില്ല, അവൾക്കൊരു സ്ഥലവുമില്ല. പിന്നീടും ദാരിദ്ര്യത്തോടെ കടന്നു പോയിട്ടാണ് ഈ കുടുംബം വരിക. പിന്നെയും സ്വന്തം അപ്പൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴും അവിടെ വീണ്ടും ഒരു അടിമയെപ്പോലെ തന്നെയാണ് ഏകദേശം സ്വീകരിക്കപ്പെടുക. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൊക്കെ വളർന്നു വന്ന ഈ പെൺകുട്ടി ഇവളെ സ്വീകരിക്കാനായിട്ടോ ഇവളെ ഏറ്റുപറയാനായിട്ടോ ഇവളൊരു വിശുദ്ധിയാകുന്നവരെ, ലോകപ്രശസ്തയാകുന്നവരെ അപ്പം തയ്യാറായില്ല. ഈ അപമാനങ്ങളൊക്കെ സഹിച്ച പെൺകുട്ടി. അപ്പോൾ തിക്താനുഭവങ്ങൾ ഏറെ ഉണ്ടായിരുന്നു. ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഒക്കെ ഏറെ വേദന ഉണ്ടായിരുന്നു. ഈ വേദനകളിലൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രിയപ്പെട്ടവർ, ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം: കർത്താവ് അറിയാണ്ട് ഒരു വേദന നമ്മുടെ ജീവിതത്തിലേക്ക് വരില്ല. ഇവൾ അടിമയായിട്ട് ജനിച്ചുവെങ്കിൽ, ഇവൾ അപ്പനില്ലാത്ത സാഹചര്യത്തിൽ വളർത്തപ്പെട്ടുവെങ്കിൽ, നിന്ദനം അനുഭവിച്ച് വളർത്തപ്പെട്ടുവെങ്കിൽ അതിനൊക്കെ കർത്താവിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. കാര്യം മറ്റു പലരും ചെയ്ത തെറ്റുകളുടെയും തിന്മകളുടെയൊക്കെ പരിണതഫലമായിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. ചിലപ്പോൾ ചിലരൊക്കെ അന്യായമായിട്ട് നമ്മളെ വേദനിപ്പിച്ചു. ചിലരൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാലുവാരാനും നമ്മളെ തള്ളിപ്പറയാനും നമ്മൾ നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ പോലും നമ്മെ വലിച്ച് താഴെ ഇടാനൊക്കെ കുറേ ആളുകളുണ്ട്. അവരൊന്നും പരിശുദ്ധാമ എന്ന് പറഞ്ഞിട്ടല്ല അത് ചെയ്യണേ. അവർ തിന്മയുടെ ഭാഗമായിട്ട് അവരോടുള്ള പിശാചിൻ്റെ സ്വാതന്ത്ര്യക്കായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ അത് ദൈവം അറിയാണ്ടല്ല. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഏതൊരു തിന്മയും നന്മയാക്കി മാറ്റാൻ കഴിയുള്ളൂ ദൈവം നമുക്ക് കൂടെയുണ്ട്. ആ കർത്താവ് നാം ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, ആ സാഹചര്യത്തിൽ കർത്താവിൻ്റെ കൃപ പ്രവർത്തിക്കാൻ ഇടയായിത്തീരും. അങ്ങനെ ഈ വിശുദ്ധ കർത്താവിൻ്റെ ചേർന്ന് നിൽക്കുകയും കർത്താവിന് വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തപ്പോൾ അവളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ മഹത്വം ആക്കപ്പെടാൻ തുടങ്ങി. അതാണ് അവൾ പ്രാർത്ഥിച്ചപ്പോൾ അനേകർക്ക് ദൈവാനുഭവം ഉണ്ടായി. അവൾ പ്രാർത്ഥിച്ചപ്പോൾ അനേകരെ രോഗങ്ങൾ മാറി. അവൾ പ്രാർത്ഥിച്ചപ്പോൾ നിഗൂഢമായി ഒളിഞ്ഞു കിടന്ന കാര്യങ്ങൾ പോലും ദർശനങ്ങൾ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ അവൾ പ്രവചിക്കാൻ തുടങ്ങി. അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വം അവൾ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ മഹത്വപ്പെടാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഈശോയെ മഹത്വപ്പെടുത്താൻ പരിശ്രമിക്കാം. നമുക്ക് നമ്മുടെ ജീവിതം നമുക്ക് എന്തുണ്ടോ അത് ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈശോയുടെ മഹത്വവും ശക്തിയും നമ്മിൽ പ്രകടമാക്കപ്പെടാൻ ആഗ്രഹിക്കാം. നമ്മുടെ ജീവിതത്തിൽ സഹനം കടന്നു വരുന്നെങ്കിൽ, നിന്ദനം കടന്നു വരുന്നുണ്ടെങ്കിൽ അത് കർത്താവ് അറിയാണ്ടല്ല, കർത്താവ് നന്മയാക്കാൻ വേണ്ടി നൽകിയതാണെന്ന് അംഗീകരിക്കാം. അങ്ങനെ അംഗീകരിച്ച് ഈശോയോട് ചേർന്ന് നിന്ന്
നമുക്കും ഈ വിശുദ്ധ ബ്രിജിത്തിനെ പോലെ ഒരു വലിയ വിശുദ്ധിയായിട്ട് മാറാം. 525 74 വയസ്സിൽ അവൾ സ്വർഗത്തിലേക്ക് യാത്രയായി. ഫെബ്രുവരി 1 അവളുടെ തിരുനാൾ പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ആഘോഷിക്കുക. ഈ വിശുദ്ധ ബ്രിജിത്തിൻ്റെ മധ്യസ്ഥതയിൽ ധാരാളം സന്യാസ ഭവനങ്ങളുണ്ടാവുകയും ധാരാളം പ്രേക്ഷിത പ്രവർത്തനം ഉണ്ടാവുകയും ധാരാളം ആളുകൾ തങ്ങളുടെ നാമഹേതുക വിശുദ്ധിയായിട്ട് ഈ വിശുദ്ധ ബ്രിജിത്തിനെ അംഗീകരിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ വിശുദ്ധ ബ്രിജിത്തിൻ്റെ മധ്യസ്ഥം നമ്മുടെ ജീവിതത്തിലും ദൈവഹിതമനുസരിച്ച് ജീവിക്കാൻ നമ്മെ സഹായിക്കട്ടെ. ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.